കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഒക്ടോബർ 24 ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള MS മന്ത്രയ്ക്ക് ഒരുപാട് വലിയ കളക്ഷനായിട്ട് തുടക്കം കുറിക്കാനായിട്ടോ. അപ്പൊ നിറയെ കളക്ഷനായിട്ട് ഞാൻ ഒന്നുകൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ കുറച്ച് കളക്ഷനായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇപ്പം കുറച്ചുകൂടെ നല്ല വിപുലീകരിച്ച് ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ ഒന്നേം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒക്ടോബർ 24 കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ പറയാ, നിറയെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിറയെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി കളക്ഷനാണ് കേട്ടോ. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ. അത് മാത്രമല്ല, കളക്ഷൻ മാത്രമല്ല കേട്ടോ, നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. എല്ലാവരും എൻ്റെ പ്രോഡക്റ്റ് വാങ്ങണം, എല്ലാവർക്കും ആഗ്രഹം കാണാമല്ലോ നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കണമെന്നും. അതുകൊണ്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലയാണ് കേട്ടോ ഞാൻ ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വിചിത്ര സിൽക്കിന്റെ കളക്ഷൻ ആണ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആയ ശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇടാം കേട്ടോ. അപ്പോൾ വെബ്സൈറ്റിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ 2-3 ദിവസം എടുക്കും, എന്തായാലും 2 ദിവസം എടുക്കും കേട്ടോ. അപ്പോൾ വെബ്സൈറ്റിൽ ഇതൊക്കെ ആഡ് ചെയ്ത് വരാനായിട്ട് 2-3 ദിവസം എടുക്കും. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അത് നിറയെ കളക്ഷൻ ഉണ്ട്. എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് കേട്ടോ. ഒരു സ്വന്തമായിട്ട് എനിക്കൊരു ജോലി വേണം, വരുമാനം വേണം, സ്വന്തം കാലിൽ നിൽക്കണമെന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനാണ് കേട്ടോ തുടക്കം കുറിക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ. എൻ്റെ തലേ ദിവസം നമുക്കൊന്ന് ബില്ലൊക്കെ ചെയ്യണമല്ലോ. ബില്ലൊക്കെ ചെയ്ത് ഒന്ന് നമുക്ക് പ്രൈസ് ടാഗ് കൊടുക്കണം. അതുകൊണ്ട് എല്ലാം ഒന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചു. ആദ്യം ഒരു പെട്ടിയാണ് കേട്ടോ പൊട്ടിച്ച്. ഇത് പ്രൈസ് ടാഗ് ഇട്ട് അടുക്കി വെക്കാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒക്ടോബർ 24. അപ്പോൾ രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടപ്പോൾ ചേട്ടൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് ഇരിപ്പുണ്ട്. അച്ഛനും അമ്മയും നമ്മളെ കൂടെ അല്ല കേട്ടോ. അപ്പോൾ ആ ഓറഞ്ച് സാരി കൊടുത്തിരിക്കണോണ്ട് ചേട്ടൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അപ്പോൾ എൻ്റെ മോൻ്റെ ആഗ്രഹമാണ് ഈ കടയിലൊക്കെ ഓപ്പണിങ് സമയത്ത് ഇതുപോലെ റിബൺ കട്ട് ചെയ്യൂലേ, അത് എൻ്റെ മോന് ഭയങ്കര ആഗ്രഹം. അമ്മയെ റിബൺ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതെന്നും പറഞ്ഞ് ഒരു ചെറിയൊരു പീസ് നൂല് എടുത്ത് അവിടെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ട് അവൻ തന്നെയാണ് അവിടെ കട്ട് ചെയ്ത് അമ്മയ്ക്ക് ഏറിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തത്. അപ്പൊ ഞാനും അത് അവന്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് എന്താ പറയാ, അത് കട്ട് ചെയ്ത് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് എന്താ പറയാ, ഞാനും ചേട്ടൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ വിളിച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര മഴയാണ്, തോരാത്ത മഴയായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് നേരത്തെ വരാനൊന്നും പറ്റിയിട്ടുണ്ടല്ല. ഒരുപാടെന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിയും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പെടുന്നപ്പോൾ പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ശ്രദ്ധിക്കേണ്ടത് ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ച ശേഷം എല്ലാം മനസ്സിലാക്കിയ ശേഷം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ ഉണ്ടായത്. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയും പഠിക്കാതെയും ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ച ശേഷം മാത്രമാണ് കേട്ടോ ഇപ്പം നല്ല രീതിക്ക് ഒന്ന് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് ശ്രമിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലൊക്കെ എത്താൻ പറ്റുള്ളൂ. ഞാൻ തന്നെയാണ് കേട്ടോ വിളക്ക് കത്തിച്ചത്. അപ്പം നമ്മൾ നോക്കിയ സമയത്ത് എൻ്റെ നാളിലാണ് കേട്ടോ വിളക്ക് കത്തിക്കാനായിട്ട്. ഇത് ഇപ്പം എൻ്റെ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ എൻ്റെ നാളിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ വിളക്ക് കത്തിച്ച് കയറാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ, എൻ്റെ സംരംഭമില്ലേ, ഞാൻ തന്നെയാണല്ലോ വിളക്ക് കത്തിക്കേണ്ടത്. അപ്പോൾ വിളക്ക് കത്തിച്ചു കേട്ടോ. അപ്പം ഞാൻ മനസ്സിൽ 100,000 ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത്. എനിക്ക് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാനും എല്ലാം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് സ്വന്തം കാലിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയണേ ദൈവമേ എന്നൊക്കെയാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നതൊക്കെ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എൻ്റെ ഒരുപാട് ദിവസം കഷ്ടപ്പാടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഓണത്തിന് മുന്നേ ഞാൻ ഇറങ്ങിയതുണ്ട്. സത്യമായിട്ടും ഓണത്തിന് മുന്നേ ഇറങ്ങിയതാണ്. 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 2-3 മാസം ഇതിന്റെ പുറകെ ഇറങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ചെറിയ ബിസിനസ് ആയിരുന്നാലും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അതിനുശേഷമാണ് ഞാൻ എന്താ പറയാ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. അപ്പൊ തുടങ്ങിയത് കേട്ടോ.
അപ്പോൾ ഒന്നും ആയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ സ്വീറ്റൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് സ്വീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചേട്ടൻ സ്വീറ്റൊക്കെ പൊട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, സോനപ്പപ്പടിയും നമ്മുടെ അൽവയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് നമുക്കാണെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് എന്തുണ്ട് ഈ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ സമയത്ത് അവിടുത്തെ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ ബോക്സ്, ഒരു ഗുലാബ് ജാമും ഇതേപോലെ ഒരു സോനപ്പപ്പടി, സ്വീറ്റ് മിക്സറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു കേട്ടോ. ഇത് രണ്ടാമത് അതേപോലത്തെ വേറൊരു ബോക്സ് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ സോനപ്പപ്പടിയും അലുവയാണ് കേട്ടോ ഉള്ളത്. അപ്പം വരുന്ന നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറിയൊരു സ്വീറ്റ് ബോക്സ് വാങ്ങിച്ചത്. അപ്പം വലിയ ആൾക്കാരും ആഡംബരങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവരും തന്നെയാണ് കേട്ടോ നമുക്ക് എന്ത് ഒരു ഇത് തുടക്കത്തിന് നമ്മളെ കൂടെ നിൽക്കേണ്ടതും. നമുക്ക് എന്താ പറയാം, നമുക്ക് പ്രോത്സാഹനം തരുമ്പോൾ അവർ തരുന്ന പ്രോത്സാഹനം, നമ്മുടെ മുതിർന്നവർ തരുന്ന പ്രോത്സാഹനം ഒക്കെയാണ് കേട്ടോ നമ്മളെ എന്താന്ന് പറയാം, നമ്മുടെ ഓരോ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കത് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നത് നമ്മുടെ മുതിർന്നവർ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. സത്യം പറഞ്ഞ് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഏറ്റവും ഇളയതിന് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അവൾ തന്നെയാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. അപ്പോൾ അവൾ എന്നെ ചില കാര്യങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തന്നെ എനിക്ക് ആദ്യം വാങ്ങണമെന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ തന്നെയാണ് കേട്ടോ ആദ്യം അങ്ങനെ ചെറിയൊരു അതേപോലത്തെ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ചെറിയ ഒരു ആണ് കേട്ടോ, ഒരു ടീഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രൈസ് കുറവാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. വെറും 199 മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ഇത് ടോപ്പിനും. അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമ്മുടെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് വേണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ടോപ്പാണ് കേട്ടോ. ടോപ്പല്ല, ഒരു കോട്ട് സെറ്റ് മോഡലാണ് കേട്ടോ. അത് നല്ല എന്താ പറയുക, നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാനിത് നമ്മുടെ ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു നെക്സ്റ്റ് കേട്ടോ, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, എനിക്ക് വെക്കാനേ തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ അടുക്കി വെക്കുമ്പോൾ ആദ്യമേ ഞാൻ അതങ്ങ് എടുത്തു കേട്ടോ. എന്തായാലും ഞാൻ നല്ല ഡ്രസ്സൊക്കെ നിൽക്കണമല്ലോ, അപ്പം അതൊക്കെ ഇട്ടുന്ന കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം വേണ്ടവർ പറഞ്ഞാൽ ഞാൻ ഒന്നിൽ നമ്മുടെ വെബ്സൈറ്റ് അയച്ചു തരാം. വെബ്സൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് അയച്ചു തരാം, ഇല്ലെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ അയച്ചു തരാം കേട്ടോ. വേണ്ടവർ DM ചെയ്താൽ മതി. അടിപൊളി ടോപ്പാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ടോപ്പാണ്, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത്. പുറത്ത് അന്വേഷിച്ച് അറിയാം ഇതിൻ്റെ പ്രൈസ് റേഞ്ച്, ഞാൻ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചൊക്കെ കണ്ടോ. അപ്പം ഞാൻ കുറച്ച് ഒരു ബോക്സിലുള്ളതൊക്കെ അതായത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ബോക്സിൽ നിറയെ സാരി, നമ്മുടെ കോട്ട് സെറ്റ് വേണം കേട്ടോ. നിറയെ കളക്ഷൻ, കോട്ട് സെറ്റിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്നും പൊടിച്ചിട്ടില്ല, കുറേയൊക്കെ മുകളിൽ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം MS മന്ത്ര ഫാഷൻ എല്ലാ എൻ്റെ സബ്സ്ക്രൈബറും എല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ.